കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ CPM തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും നടത്തിയ കള്ളപ്രചരണങ്ങൾക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ UDFന്റെ മിന്നുന്ന വിജയമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJP, SDPI പോലുള്ള കക്ഷികളുമായി CPM രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടും സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ പല സീറ്റുകളിലും അവർ പരാജയപ്പെടുകയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തുവെന്ന് നേതാക്കൾ പറഞ്ഞു. CPM പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന വാർഡുകളിൽ പോലും അതിദയനീയമായ പരാജയമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നതിനകത്ത് എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തി കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ പ്രചണ്ഡമായി നിരന്തരമായ പ്രചരണം, പ്രത്യേകിച്ച് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ അതിലിടപെടുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് കോർപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളാണ്. എന്നാൽ കോർപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അത് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സുകന്യ ടീച്ചറാണ് പാർട്ടി നേതാവ്. അവരുൾപ്പെടെയുള്ള ആളുകൾ അത്തരം ആരോപണങ്ങൾ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. എന്നാൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ തന്നെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കുറേ മുമ്പ് തന്നെ ഞങ്ങളിത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും എന്ന വാശിയോടുകൂടി നട്ടാൽ നടക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചാണ് ഭരണസമിതിക്കെതിരെ സമരത്തിനും അതുപോലെ തന്നെ പ്രചരണത്തിനും കൂട്ടുകൂട്ടിയത്. അതൊന്നും ഫലിക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് മുഴുവൻ വികസനങ്ങളാണ്, ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങൾ എല്ലാ തലത്തു നിന്നും ഭരണസമിതിയെ ശ്ലാഘിക്കുന്ന പ്രവർത്തനങ്ങളുണ്ടായപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം എത്രയായാലും വിജയിക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് പിന്നീട് അവസാനത്തെ ഘട്ടത്തിൽ ഒരു AI വീഡിയോയുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയത്. CPM ആണത് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ അത് വിശ്വാസത്തിലെടുക്കാൻ കണ്ണൂരിലെ വോട്ടർമാർ തയ്യാറായിട്ടില്ല. അവരെ നിഷ്കരണം പരാജയപ്പെടുത്തുന്നതാണ് കണ്ടത്. അതൊന്ന് വിശകലനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ CPM എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അത്ഭുതത്തോടെ നിരീക്ഷിക്കേണ്ടി വരും. ഒരു വശത്ത് BJPയുമായിട്ടുള്ള ബാന്ധവം നമ്മളൊക്കെ രഹസ്യമായിട്ടാണ് പണ്ട് നടത്തിയിരുന്നത്. ഇത് പരസ്യമായ ബാന്ധവം. കാരണം CPM അത് ചെയ്തിരിക്കുന്നത് UDFൻ്റെ വോട്ടുകൾ, സീറ്റുകൾ, കോൺഗ്രസിൻ്റെ സീറ്റുകൾ, മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ, അതിൽ ആ സ്ഥലങ്ങളിൽ CPMന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ള സ്ഥലത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന സമീപനം ഓപ്പണായിട്ട് സ്വീകരിക്കുന്നതാണ് കണ്ടത്. പരമ്പരാഗതമായി CPMന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ അത് പൂർണ്ണമായും പല സ്ഥലത്തു നിന്ന് അപ്രത്യക്ഷമാവുകയും അതൊക്കെ തന്നെ BJPയുടെ പെട്ടിയിലേക്ക് പോവുകയും ചെയ്തു എന്നതാണ്. മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ SDPIക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൊക്കേമ്പാറ ഡിവിഷനിൽ 2015-ലും 2020-ലും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയം വരിച്ചത് CPM ആണ്. എന്നാൽ ഈ തവണ അവിടെ CPM വിജയിച്ചില്ലെന്ന് മാത്രമല്ല, വളരെ താഴെ മൂന്നാം സ്ഥാനത്തേക്ക്, ഏറ്റവും കഴിഞ്ഞ തവണയ്ക്ക് കിട്ടിയതിനേക്കാൾ പകുതി വോട്ട് കിട്ടിയിട്ടാണ് അവിടെ റിസൾട്ട് പുറത്തു വന്നത്. എണ്ണം കുറച്ചാൽ, UDFൻ്റെ സീറ്റുകളുടെ എണ്ണം കുറച്ചാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് BJP ആയാലും കുഴപ്പമില്ല എന്ന സമീപനം അവർ സ്വീകരിച്ചത് എന്നാണ്. അതുപോലെ തന്നെയാണ് തുളിച്ചേരി സീറ്റിനൊക്കെ കണക്ക് മാധ്യമങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. തുളിച്ചേരിയിൽ 2015-ൽ 1114 വോട്ടാണ് അവർക്ക് കിട്ടിയത്. 2015-ൽ അന്ന് CPM ജയിച്ചതാണ് അവിടെ. 2020-ൽ 1028 വോട്ട് വാങ്ങി. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേവലം അതിൻ്റെ പകുതി 567 വോട്ടായിട്ട് ചുരുങ്ങിയാണ്. കാരണം അവിടെ UDF ആണ് ജയിക്കേണ്ടത്, ജയിക്കും. ആ UDF ജയിക്കുന്നത് ഒഴിവാക്കാൻ വോട്ട് മൊത്തമായി ഭൂരിഭാഗം വോട്ടുകളും മറച്ച് CPMന് കൊടുക്കുന്നത്, CPM BJP കൊടുക്കുന്നതാണ് റിസൾട്ട് നമ്മൾ കണ്ടത്. അതുപോലെ ഹൈന്ദവ വർഗീയതയെ ഒരു വശത്ത് പ്രോത്സാഹിപ്പിക്കുന്നു, മറുവശത്ത് മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവരിപ്പോൾ ഏത് സമീപനമാണ് ഓരോ ഘട്ടത്തിലും സ്വീകരിക്കുന്നത് എന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്ത തരത്തിൽ രാഷ്ട്രീയമായ പാപ്പരത്വത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം. നമുക്കെതിരെ നടത്തിയ പ്രചരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അഴിമതിയായിരുന്നു പ്രശ്നം. ആ അഴിമതിയൊക്കെ പറയുമ്പോൾ അത് കണ്ണൂർ കോർപ്പറേഷൻ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞു. അതിൻ്റെ വക്താക്കളല്ല
ഞങ്ങൾ വികസനത്തിൻ്റെ വക്താക്കളാണ്. ഗവൺമെൻറ് നിർദ്ദേശിച്ച പല കാര്യങ്ങളും ഭംഗിയായി നടപ്പാക്കിയ ഒരു കോർപ്പറേഷൻ ഭരണസമിതിയായിരുന്നു കണ്ണൂർ കോർപ്പറേഷനത്. ആ ഭംഗിയായി നടപ്പാക്കിയതിന് മന്ത്രിമാരുൾപ്പെടെ വന്ന് നമുക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിലായി സൂപ്പർ ലീഗ് നടന്ന ദിവസം 102 വാഹനങ്ങളാണ് അവിടെ കയറിയത്. ആ വാഹനം ഇപ്പോഴും കയറുന്നുണ്ട്. കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നിലയിൽ, കൃത്യമായി മൂന്നാമത്തെയും നിലയിൽ ഉൾപ്പെടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തണം. ആ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ പോലീസിൻ്റെ സഹായം വേണം. കാരണം അവിടെ ആ ഏരിയയിൽ അത് ഭാഗത്ത് നോ പാർക്കിംഗ് സോണാക്കി മാറ്റി ഗതാഗതക്കുരുക്കില്ലാത്ത രൂപത്തിൽ റോഡ് സൈഡിലെ വാഹനങ്ങൾ അവിടെ നിർത്തിയിടാൻ പാടില്ല എന്ന തീരുമാനവും, നിർത്തിയിട്ടാൽ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ ആ വാഹനങ്ങൾ മുഴുവൻ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലേക്ക് വരും. അത് ഏറ്റവും നല്ല സക്സസോട്ട് പോയി. അവരുടെ വോട്ടിങ്ങിൻ്റെ കണക്ക് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഇത്തവണ LDFിനെ സംബന്ധിച്ചിടത്തോളം 48,338 കുറഞ്ഞ താഴോട്ടേക്ക് വരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ BJP മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുദ്ര പദ്ധതിയുടെ മറവിൽ പദ്ധതി ചെയർമാനായ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നേതൃത്വത്തിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും UDF നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ TO മോഹനൻ, സുരേഷ് ബാബു എളയാവൂർ, MP മുഹമ്മദ് അലി, രാഹുൽ കായക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.